മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0, ലിവർപൂൾ 3. പുതിയ സീസൺ, പുതിയ പ്ലേയേഴ്സ്, പുതിയ സ്റ്റൈൽ ഓഫ് പ്ലേ, എല്ലാം വെള്ളത്തിലായി. എന്താണ് ഈ ഗെയിംസ് ഒന്നും എവിടെ തുടങ്ങണം? അനാലിസിസ് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഈ ഹോപ്പ് എന്ന് പറയുന്ന സാധനമാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളൊരു എല്ലാ സീസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇപ്പോഴെങ്കിലും നന്നാവും എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ 1-2 സീസണിലൊക്കെ ഭയങ്കര സംഭവം, ബൗൺസ് ബാക്ക് സീസൺ, ദിസ് സീസൺ, ദാറ്റ് സീസൺ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് എന്നും സംഭവിക്കുന്ന പോലെ 2-3 ഗെയിംസ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സീസണിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. there's no way. ഞാൻ കഴിഞ്ഞ ഗെയിമിൽ പറഞ്ഞു, ബ്രൈറ്റൻ്റെ കൂടെ കളിച്ചപ്പോഴേ പറഞ്ഞു, ടെൻ ഹാഗിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര മോശമാണ്. ടെൻ ഹാഗിൻ്റെ ഡിസിഷൻ മേക്കിംഗ് വളരെ വളരെ മോശമായിപ്പോയി. ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിൽ കളിക്കുക എന്ന് പറയുന്നത്, സ്റ്റൈൽ ഓഫ് പ്ലേ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. വെറുതെ ബോള് ഭയങ്കര അഗ്രഷൻ കാണിക്കുന്നു. അഗ്രഷൻ കാണിച്ചിട്ട് ഭയങ്കര ഒരു കൺട്രോളില്ലാത്ത അഗ്രഷനായിപ്പോയി. അഗ്രഷനെ കണ്ടപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചു, ഇത് കൊള്ളാമല്ലോ എന്ന് ഞാനും ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് പൊസിഷനായി. ആ മൊമെൻ്റ് കണ്ട് അവർ കളിച്ചു. ലിവർപൂൾ ഔട്ട് ഓഫ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മളെ വീക്ക്നെസ് കറക്റ്റ് അവർ നോട്ട് ചെയ്ത് കളിച്ചു. കറക്റ്റ് ആ സമയത്ത് അവർ ലൂയിസ് ഡിയാസിന് ബോൾ കൊടുത്തു. ബോള് കറക്റ്റ് സമയത്ത് തന്നെ ക്രോസ് 2 പേരുണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിൽ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, ബ്രൈറ്റണിലും 2 പേര്. ഈ കളിയിലും മറ്റേ പുള്ളിക്കാരൻ്റെ കയ്യിൽ കിട്ടിയില്ല, ജസ്റ്റ് മിസ്ഡ് ആയിരുന്നു. ലൂയിസ് ഡിയാസിൻ്റെ കയ്യിൽ കറക്റ്റ് കിട്ടി, ഗോൾ അടിച്ചു. ഇനി വലിയ ഹോപ്പൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതെന്താ പറയുക, ഇത് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കളിയും ലിവർപൂളിൻ്റെ കളിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ കളിക്കുന്നത് ഒരു പ്ലാനുണ്ട്. അവർ കളിക്ക് വരുമ്പോഴേ അവർക്കൊരു പ്ലാനുണ്ട്. അവർ വെറുതെ വന്നിട്ട് ബോളിങ്ങനെ പാസ് ചെയ്ത് സൈഡിലേക്ക് വിങ്ങിലേക്ക് കൊടുത്ത് പാസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അല്ല അവർ വരുന്നത്. അവർക്ക് അറ്റ് വിൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മളെപ്പോലെ കിടന്ന് കഷ്ടപ്പെട്ട് ഒന്നും കളിക്കേണ്ട കാര്യമില്ല അവർക്ക്. പക്ഷേ അവർ വാച്ച് ചെയ്യും, ഒപ്പോണൻറ്റിനെ ആദ്യം വാച്ച് ചെയ്യും. അവർ വളരെ കാൽക്കുലേറ്റഡാണ്. അവരെ മാനേജേഴ്സും അവരെ പ്ലേയേഴ്സും ഒക്കെ വളരെയധികം കാൽക്കുലേറ്റഡാണ്. അവർ ക്ലിയറായിട്ട് നമ്മുടെ കളി വാച്ച് ചെയ്ത് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് കറക്റ്റ് അവർ മനസ്സിലാക്കും. എന്നിട്ടാണ് അവരുടെ അറ്റാക്ക് തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ഒരു 10 മിനിറ്റ് അവരുടെ ബോക്സിൽ ബോൾ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അടിക്കാനൊക്കെ ശ്രമിച്ചു. എന്നിട്ട് നമ്മൾ ഷോട്ട് ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ബോക്സിനുള്ളിൽ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും, നമ്മൾ വിചാരിക്കും, ഫാൻസ് വിചാരിക്കും, ഇപ്പോൾ ലിവർപൂളിൻ്റെ അടുത്ത് അങ്ങ് തകർത്തുകളെന്ന് വിചാരിക്കും. സത്യത്തിൽ അവർ നമ്മളെ കളി വാച്ച് ചെയ്യുകയാണ്. അതാണൊരു മെച്യൂർ ടീമിൻ്റെ ലക്ഷ്യം. മെച്യൂർ ടീം നിങ്ങൾ നല്ലൊരു മെച്യൂർ ടീം എടുത്തു, അവരാരും ആദ്യമേ വന്ന് ഭയങ്കര സ്പീഡ് കളിക്കാൻ ശ്രമിക്കത്തില്ല. പക്ഷേ അവർക്ക് അറ്റ് വിൽ അങ്ങനെ കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് അറ്റ് വിൽ അങ്ങനെ കളിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല.
നമുക്ക് ആദ്യത്തെ ആ എനർജിയിൽ ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സിന് ഗ്രൗണ്ടിൽ മൊത്തം ഓട്ടിക്കാനുള്ള ഒരു 10-15 മിനിറ്റോ ഭയങ്കര സ്പീഡിൽ ഓടും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാ കാറ്റും പോയി നമ്മൾ താഴെ ഇരിക്കും. ഇതാണ് നടക്കുന്നത്. സ്ട്രാറ്റജി ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. സ്റ്റൈൽ ഓഫ് പ്ലേ ഇല്ല, അതെൻ്റെ പ്രോബ്ലമാണ്. പിന്നെ മിഡ്ഫീൽഡ് വളരെ മോശമായിരുന്നു മിഡ്ഫീൽഡിൻ്റെ കാര്യം. കാരണം മിഡ്ഫീൽഡിൽ ഒരു കണക്ഷനും ഇല്ല. കാസമേറോയും മൈനോവും ബ്രൂണോയും ഒരു കണക്ഷനും ഇല്ല. മൈനോ കുറേ ശ്രമിക്കുന്നുണ്ട്, പാവം, കുറേ കഷ്ടപ്പെട്ടു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാസമേറോ ഓഫ് കോഴ്സ് ഫിനിഷ്ഡാണ്. കാസമേറോയെ കൊണ്ട് ചെറിയ ഗെയിംസൊക്കെ കളിപ്പിക്കാനേ പറ്റുള്ളൂ. ബ്രൂണോ ഞാൻ സത്യമായിട്ടും ഐ ഫീൽ ലൈക്ക് ബ്രൂണോ നീഡ്സ് ടു ബി ഡ്രോപ്ഡ്. ബിക്കോസ് ബ്രൂണോ ഒട്ടും ഒരു ശരിയായ രീതിയിലല്ല കളിക്കുന്നത്. ബ്രൂണോയുടെ ഭാഗത്തു നിന്ന് മിഡ്ഫീൽഡിന് ഒരു ഹെൽപ്പും കിട്ടുന്നില്ല. ബ്രൂണോ ഒരു അറ്റാക്കറല്ല, ബ്രൂണോ ഇസ് എ മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ ബോക്സിൻ്റെ അറ്റത്ത് പോയി നിൽക്കുക, നമ്മുടെ ബോക്സിൻ്റെ അറ്റത്ത് പോയി നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ ബോക്സിൻ്റെ അറ്റത്ത് പോയി നിൽക്കുക എന്നുള്ളതല്ല. എപ്പോഴും ഒരു മിഡ്ഫീൽഡർ കളിക്കേണ്ടത് മിഡ്ഫീൽഡിലാണ്. ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു? ട്രയാങ്കിൾ പോയിട്ട് സ്ട്രൈറ്റ് ലൈൻ പോലും ഇല്ല. ഈ കാസമീറോയെ കുറ്റം പറഞ്ഞിട്ട് കാസമീറോ എവിടെ പാസ് ചെയ്യും? നിങ്ങൾ ആലോചിച്ചു. കാസമീറോ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ കാസമീറോയെ കൊണ്ട് പറ്റുമോ? ഒറ്റയ്ക്ക് പറ്റില്ല. ഒന്നുകിൽ കാസമീറോയ്ക്ക് ആകപ്പാടെ പറ്റുന്നത് സൈഡിലേക്ക് കളിക്കുക എന്നുള്ളത്. സ്ട്രൈറ്റ് കളിക്കാൻ കാസമീറോയ്ക്ക് ലിങ്കപ്പിന് കിട്ടുന്ന ആളില്ല. ബ്രൂണോ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങേയറ്റത്തെ ബോക്സിൽ പോയി വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൈ തട്ടി ബോളോ കാൽ തട്ടി ബോളോ പോകുമ്പോൾ ബഹളം വയ്ക്കും. ആളുടെ ഒരു ഗോളടിക്കും, അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതൊന്നും പോരാ. ഒരു ക്യാപ്റ്റൻ മിഡ്ഫീൽഡർ ക്രിയേറ്റർ കെവിൻ ഡി ബ്രൂയ്നെയൊക്കെ കളിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. എന്താണ് ഡി ബ്രൂയ്നെ എപ്പോഴും അറ്റാക്കിംഗ് തേർഡിലാണോ നിൽക്കുന്നത്? അല്ല, ഡി ബ്രൂയ്നെ ബോൾ ബ്രേക്ക് ചെയ്യും, പ്ലേ ബ്രേക്ക് ചെയ്യും, പുള്ളി മിഡ്ഫീൽഡ് കളിക്കും, ലിങ്കപ്പ് പ്ലേ ഉണ്ടാക്കും, ട്രയാങ്കിൾസ് ഉണ്ടാക്കും, എല്ലാം ചെയ്യും, ക്രോസ് ചെയ്യും. ബ്രൂണോ ഇടയ്ക്ക് പോയി വിങ്ങിലൊക്കെ കളിക്കുന്നത് കാണാം. എനിക്കറിയില്ല. ബ്രൂണോസ് വീക്ക്, റിയലി വീക്ക്. പൊസിഷനിങ് ഭയങ്കര മോശം. ബ്രൂണോയെ ശരിക്കും നമ്പർ 8 ആയിട്ട് കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് അറ്റാക്കിങ്ങിൽ മൈനോയെ കളിപ്പിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മൈനോ ക്യാൻ ക്രിയേറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ദാൻ ബ്രൂണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ റാഷ്ഫോർഡിനെ പറഞ്ഞിട്ട് കാര്യമില്ല. റാഷ്ഫോർഡിനെ പിക്ക് ചെയ്യുന്നതും സബ് ചെയ്യാത്തതൊന്നും റാഷ്ഫോർഡിൻ്റെ കുറ്റമല്ല. റാഷ്ഫോർഡിൻ്റെ കളിയെല്ലാം നമുക്കറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റാഷ്ഫോർഡ് ഒരു സബ്ബായിട്ട് മാക്സിമം യൂസ് ചെയ്യാം. അതിനപ്പുറം റാഷ്ഫോർഡിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പണ്ട് ഗണയാശാൻ കുറച്ച് ഓടെങ്കിലും ചെയ്യും, ഇപ്പോൾ ഓടാനും വയ്യ. അപ്പുറത്തെ സൈഡിൽ ഗർനാച്ചോ, ശരിക്കും പറഞ്ഞാൽ ഗർനാച്ചോയെ അമാദിനെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. റാഷ്ഫോർഡിനെ ആണ് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും. സബ് പോലും ചെയ്യത്തില്ല റാഷ്ഫോർഡിനെ. ഐ തിങ്ക് ടെൻ ഹാഗ് വിൽ നോട്ട് സ്റ്റാൻഡ് മച്ച് against the test of this pressure. ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ പോലും പുള്ളിക്ക് ഇത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്ക് സൊല്യൂഷൻസ് ഇല്ലെന്നേ പുള്ളിയുടെ കയ്യിൽ. മിഡ്ഫീൽഡൊക്കെ വളരെ മോശം. ഡിഫൻസ് അത്യാവശ്യം, ഡിഫൻസിനെ കുറ്റപ്പെടേണ്ട കാര്യമില്ല, ഡിഫൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗോൾ കീപ്പർ അപരാധം. പുള്ളിക്കാരൻ ഗോൾ കീപ്പറാണോ അതോ വല്ല ഔട്ട്ഫീൽഡ് പ്ലെയർ ആണോ എന്ന് എനിക്ക് പലപ്പോഴും ഡൗട്ട് അടിക്കാറുണ്ട്. കാരണം ഗോൾ കീപ്പിങ്ങിനെക്കാളും നന്നായിട്ട് ചെയ്യുന്നത് ഈ ബോൾ അടിക്കുന്നതും ഈ പാസ് ചെയ്യുന്നതൊക്കെ. പിന്നെ പുള്ളി അങ്ങനെ ഗോൾ കീപ്പറായിട്ട് എടുത്തു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പലപ്പോഴും പുള്ളിയുടെ കളി കാണുമ്പോൾ എനിക്ക് ഓർമ്മ, ഈ പണ്ടൊക്കെ ഈ ഗോൾ കീപ്പറൊക്കെ എന്തെങ്കിലും റെഡ് കാർഡോ അല്ലെങ്കിൽ ഇഞ്ചുറിയൊക്കെ പറ്റി പോകുമ്പോൾ പ്ലെയേഴ്സ് ബോൾ ഇട്ടിട്ട് കളിക്കൂലേ, പ്ലെയേഴ്സ് ഗോളിയുടെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കളിക്കാൻ കയറുമല്ലോ.
പണ്ടൊക്കെ യുണൈറ്റഡൊക്കെ ഇങ്ങനെ കുറേ കളി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കളിക്കാരുടെ പോലെ പുള്ളിക്കാരൻ കളിക്കുന്നത്. പുള്ളി അങ്ങനെ സേവ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പണ്ടപ്പോഴേ ഏതോ 1-2 സേവൊക്കെ കണ്ടിട്ടുണ്ട്. ഈ അടുത്തൊന്നും ഒരു സേവനും കണ്ടില്ല. ബോള് ഷോട്ട് വന്നാൽ ഗോളാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പണ്ടൊക്കെ ഡെഹയൊക്കെ നമ്മൾ കാണുമ്പം ഡെഹയെ ശരിക്കും ഒരു സീസണിലൂടെ കളിപ്പിക്കായിരുന്നു. വെറുതെ ഡെഹയെ പറഞ്ഞു വിടണ്ട, അല്ലെങ്കിൽ ഒരു ബാക്കപ്പായിട്ടെങ്കിലും ഡെഹയെ വെക്കായിരുന്നു. അതുമില്ല. ആലിസൺ ബക്കറിനൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഡെഹയൊക്കെ ഞാൻ അറിയാതെ ഓർത്തുപോയി. ആലിസൺ ബക്കറിനൊക്കെ കാണുമ്പോൾ ആലിസൺ ബക്കർക്ക് എത്ര സേവ ചെയ്ത്, എന്തോ സൂപ്പർബായിട്ട് പൊസിഷൻ ചെയ്യണം, എന്തോ സൂപ്പർബായിട്ട് ക്രോസൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നു. മറ്റേ ഇത് ഒനാന വിട്ടേക്ക്, ആശാനെ വിട്ടേക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ അടുത്ത സതാംപ്ടൻ്റെ കളി കാണാം. ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. എല്ലാവർക്കും പോയി നല്ല ചായയും ബജികളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇരിക്കാം. ഇൻ്റർനാഷണൽ കളിക്കാർ ഇൻ്റർനാഷണൽ പോയി കളിക്കും. ഇവർക്കൊന്നും യുണൈറ്റഡ് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാവും. അതറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സ്റ്റാൻഡ് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴത്തെ ഫാൻസിനും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരി, താങ്ക് യു.